ജാതിത്തൈ വാങ്ങാൻ പോവാൻ നിൽക്കുമ്പം ഇവൻ എന്റെ കുടിയിൽ വന്ന് ജാതിത്തൈ വാങ്ങാൻ പോണ ജീപ്പില് ഓനും കൂടി വന്നോട്ടെ താനൂര് ഓനൊരു പെണ്ണന്വേഷണം ഉണ്ടെന്നും പറഞ്ഞു. ജീപ്പിന്റെ ഔത്താണെ ജാസ്തി ഇടവുണ്ടല്ല. എന്നാ ഈ പോന്നോളി, എനിക്ക് ജാതിത്തൈയും മേടിക്കാം, എനക്ക് പെണ്ണും അന്വേഷിക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ജാതിത്തൈ എത്ര മേടിച്ചില്ല. കൃഷി ഓഫീസിന്റെ മുമ്പിൽ ജാതി ചോദിക്കരുത് പറയരുതെന്ന് എഴുതി വെച്ചിരിക്കണം. കണ്ട് തിരിച്ചിഞ്ഞു പോന്ന്. അത് കലക്ക് പോലാളി. ബീരാനെ, സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് നിങ്ങൾ പറഞ്ഞോളി, അതാ നിങ്ങൾക്ക് നല്ലത്. ഒരു പെൺകുട്ടിയുടെ അവളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം ഇത്. കണ്ട ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളെ കാര്യത്തിൽ നിരപരാധിയാണെന്ന്? അതിനാളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനു പറയണം? ഓ, കണ്ണീരോട്ട് എഴുതി കാണിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പൊ എല്ലാവർക്കും എന്റെ നിരപരാധിത്വം മനസ്സിലായല്ല. നിങ്ങളിങ്ങനെ വട്ടമേശ സമ്മേളനം കൂടി നിൽക്കണ്ട. ഇവരെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കാൻ നോക്ക്. പോയിട്ടപ്പോ തിരക്കൊണ്ട് വരട്ടെ. പക്ഷേ മൈലിയാരെ താൻ എന്ത് കളി കളിച്ചാൽ ഈ ദുനിയാവിൽ തന്റെ മോളെ അല്ലാതെ കുഞ്ഞാപ്പ് വേറെ ഒരു പെണ്ണിനെ നിക്കാഹ് കഴിക്കൂല. അയ്യേ, കുഞ്ഞാപ്പ് മൊയിലാലിയെ പോലെ ഉച്ചിനുള്ള ഒരു വേറൊന്നും വിചാരിക്കരുത്. മൊയിലാളി ആ തൊടിയിൽ മറക്കിരിക്കാൻ പോവുക.